ഇനി എന്ത് ചെയ്യും നമ്മള്? ബട്ടറോ ഇനി എന്ത് ചെയ്യും? ഞാൻ KFC വാങ്ങിക്കൊടുത്തു. ഒരിച്ചു അവനൊക്കെ എനിക്ക് ഉമ്മയും തന്നു. ഇതേത് കേട്ടവളേൻ? ഞാൻ KFC വാങ്ങിക്കൊടുത്തു, 250 രൂപയും കൊടുത്തു. തിരിച്ചു അവൾ എനിക്ക് ഒരു ഉമ്മയും തന്നു. ഒന്ന് പോടേ. ഇതാണ്ട് ഫുഡ്. ഇസ്രുവിനെ അറിയാം എന്നെ ആരെ കാണാൻ വന്നെന്ന്. ഇസ്രു ഒന്ന് ടേക്ക് ചെയ്താൽ അയാളുടെ പേരോട് പറയണ്ട. ആദ്യത്തെ അക്ഷരം മാത്രം പറഞ്ഞാൽ മതി. ഇടയ്ക്ക് നമുക്ക് ഇതാക്കുന്ന മേടിച്ചാൽ കാണാൻ പൈസ എന്നൊക്കെ പോയെ. എന്നെ കാണാൻ വന്നതാ, പേര് പറയണ്ട. ഹായ് ചേച്ചി, നെഞ്ചിൽ മുടിയുണ്ടോ? പറയില്ല അശോക ചേച്ചി, എനിക്കറിയാം. ക്ലൂ കൊടുത്തോടെ ആൾക്കാർ കണ്ടുപിടിക്കുന്നു, എനിക്കറിയാം, മനസ്സിലായി. ഞാൻ പറയില്ല. നമ്മുടെ ആള് പറയുന്നു പറഞ്ഞിട്ടുണ്ടല്ലോ, ഫേക്ക് അടിയിൽ വരുള്ളൂ. ഇനി ഇസ്രു ആളുടെ PM-ലും പോയി ആള്. കഥ പറ ചേച്ചി. കഥ പറയുമ്പോ നമ്മുടെ ഷഡോവിനൊന്ന് ഷെയർ ചെയ്യാൻ ചേച്ചി മറക്കല്ലേ കേട്ടാ. നമുക്ക് ഇസ്രോ ബട്ടർ ഫുഡ് കഴിച്ചാ ചേച്ചി വണ്ണം വെച്ചോടത്തോ. ബട്ടർ ഇസ്രോ ഇത് കുറച്ച് ദിവസം കളവിടിയില്ല. അല്ലെങ്കിൽ ബിച്ചി ഇന്ന് ദുബായ് ആരാ? ഇല്ല കഴിച്ചില്ല, സമയമായിട്ടുണ്ടാവില്ല. ഞാൻ ശരിക്കല്ലേ ജാമോ, ഞാൻ കഴിവ് നിർത്തി. കാലം അറിയോ? അഷബ സിസ്റ്റർ, താങ്ക് യു ഫോർ മാക്കിംഗ് ബിജി പ്രോമിസ് ടു അവർ ഡ്രിങ്ക്. ആണോ? ഗുഡ് കേൾ. ഞാൻ നിർത്തി. CMSനെ കാണിക്കില്ലല്ലോ. കാണാ CMS വസ്ത്രം ഉണ്ടെങ്കിൽ ഇവിടെ വന്നിരിക്കും ചർക്കൻ. ഞാൻ വരട്ടെ. KFC തരുമോ? കുഞ്ഞിരുന്ന് മൂഞ്ചിക്കോ, അപ്പൊ കിട്ടും. നല്ലതാ. KFCക്ക് ഉപ്പില്ലടാ. ബട്ടർ ഇതേ ചിരി വന്നു. നിർത്തല ബിജി കള്ള്. ഞാൻ നിർത്തും. എന്റെ ആരോഗ്യം എനിക്ക് നോക്കണം. നാളെ എനിക്ക് ജമാനെ കല്യാണം കഴിക്കാനുള്ളയാ. പക്ഷെ അവന് വടയോട് താല്പര്യമില്ല. പിന്നെ എന്ത് ചെയ്യും? ഹിസ്ര ജമാന് വട ഇഷ്ടമല്ലാന്ന് ചോദിച്ചോക്കാം. ജമു പ്ലീസ് ടെൽ മീ. അതെ കൊച്ചു കള്ള. നോക്ക്, ജമാനോട് ചോദിക്കാം. ജമു ഇഷ്ടല്ല, അന്ന് ഞാൻ കഴിച്ചിട്ട് കാര്യമില്ല. അയ്യോ ഓടല്ലേ. അതെ നെയ്യപ്പാണ് വട ഇഷ്ടമല്ല, പൊന്തിയപ്പാണ്. ഈസ്റ്റോട് പൊന്തിയുടെ ഇഷ്ടം. അല്ലെങ്കിലും മിസ്രു നെയ്യപ്പം ശരിക്കും പൊന്തണം. പൊന്താത്ത നെയ്യപ്പം കൊള്ളൂല. ഈ വെറും എല്ലും മുട്ടി കഷ്ടം മാത്രമായിട്ട് എന്താ കാര്യം? വാട്സപ്പ് നോക്കട്ടെ. നോക്കട്ടെ. ബിജി ഇന്ന് കുറെ പുതിയ ഐഡികൾ വന്നിട്ടുണ്ട്. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. കുറെ ഫേക്ക് ഐഡികൾ എല്ലാവരും ശ്രദ്ധിക്കണേ. ഇന്നിവിടെ കുറെ പുതിയ ഫേക്ക് ഐഡികൾ. ജമ്മു ശ്രദ്ധിച്ചോട്ടാ. ഇന്നിവിടെ കുറെ ഫേക്ക് ഐഡികൾ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇത്രയോ നാളില്ലാത്ത കമന്റുകളും ഫേക്ക് ഐഡികൾ കുറെ വന്നിട്ടുണ്ട്. ഓക്കെ, മൂട്ടടിക്കൊന്നും വേണ്ട. ബാഡ് കമന്റ് ആണെങ്കിൽ നമുക്ക് ബാഡ് കമന്റ് ഇട്ടുണ്ടെങ്കിൽ മാത്രം, മക്കളെ പറഞ്ഞ് മാത്രം ബ്ലോക്ക് അടിച്ചാൽ മതി. അല്ലെ, കുറെ പുതിയ ഫേക്ക് ഐഡികൾ ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ കൂട്ടുകാർക്ക് ഇവിടെ ഇത്രയോ നാളില്ലാത്ത കുറെ ഫേക്ക് ഐഡികൾ ഇറങ്ങിയിട്ടുണ്ട്. ന്യൂ മനസ്സിലായ? നല്ല പഴം ബ്ലോക്ക് അടിക്കണം. അയ്യോ വേണ്ട, ഒരു കഥ കേൾക്കാൻ വേണ്ടി വരുന്നതല്ല. നമ്മളെ തെറി പറയണ്ടെങ്കിൽ നല്ല പഴം ഞാൻ അശബ ചേച്ചിക്ക് ബിജി ചേച്ചിക്ക് വെച്ചിട്ടുണ്ട്. നല്ല പഴം ഞാൻ അശബ ചേച്ചിക്കും ബിജി ചേച്ചിക്കും വെച്ചിട്ട്. എടാ വരാതിച്ച പുണ്ടച്ചി മൂട്ടടിക്കില്ലേ, ബ്ലോക്ക് അടിക്കില്ലേ പറയട്ടെ. എടാ അഷ്റഫ് കുവൈറ്റ് എന്ന് പറഞ്ഞ നായിന്റെ മോനെ, അമ്മയത്തെ തായോളിയും. അശബച്ചിക്ക് നിന്റെ അവിഞ്ഞ കൊണ്ട പഴം ഒന്നും വേണ്ട. നല്ല പഴം അശബച്ചിയുടെ ഭർത്താവിന്റെ അടുത്തുണ്ട്. ഓക്കെ, അത് മതി. പിന്നെ എനിക്ക് നിന്റെ അവിഞ്ഞ പഴവും വേണ്ട, അശബച്ചിക്കും വേണ്ട. എനിക്ക് നല്ല ഒന്നാലും പഴം ഞാൻ അങ്ങനെ ഞൊടിച്ചാൽ എനിക്ക് ഇവിടെ കിട്ടും, ഫ്രഷ് കിട്ടും. കേട്ടോ പൂറി മോനെ, നീ ഒരു കാര്യം ചെയ്യ്. നീ ഏത് പെണ്ണ് വായിലാണ് അവിഞ്ഞ പൂർക്ക് കൊണ്ട വെച്ചു കൊടുക്കുന്നത്, അത് നീ അവളുടെ പൂരിൽ വെച്ചു കൊടുക്കുക. കേട്ടോ നായിന്റെ മോനെ. നിന്റെ പഴം ഇവിടെ ആർക്കും വേണ്ട, അശബച്ചിക്ക് ഒട്ടും വേണ്ട, എനിക്കും വേണ്ട, ഇവിടെ ഉള്ളവർക്കും വേണ്ട. ഓക്കെ, നിന്റെ കിട്ടിയിട്ട് എന്ത് കാര്യം? പുഴു പിടിച്ചവനെ, മൊത്തം പുഴുവ. അത് കിട്ടിയിട്ട് ഒരു കാര്യമില്ല. ആ പുഴു പിടിച്ച സാമാനം നിന്റെ പെണ്ണുമ്പളുടെ വായിൽ വേണ്ട, പെങ്ങളുടെ വായിൽ വെച്ച് കൊടുത്തു. പിന്നെ നിന്റെ അമ്മയുടെ വായിലും തിന്നോട്ടെ. കൂടെ നീയും മൂഞ്ചിക്ക. പുഴു പിടിച്ച സാധനം കുനിഞ്ഞിരുന്ന് കുനിഞ്ഞിട്ട് മൂഞ്ചാൻ കിട്ടണില്ല. ഒരു കാര്യം ചെയ്യും, ശരിക്കും അങ്ങ് വലിച്ചു വിടുക. എന്നിട്ട് അവനോട് പറയാ, അമ്മ വൈഫിനോട് പറയാ, മോളെ എന്റെ തല കുനിച്ചു നിർത്തു. എന്നിട്ട് അടിയിൽ തലയണ വെക്കാം.
അപ്പൊ നീ തല കുനിച്ചത് അപ്പൊ നിന്നെ നന്നായിട്ട് എനിക്ക് കുണ്ണാൻ മുഞ്ചാൻ പറ്റൂ കേട്ടാ. ചെല്ല്, എന്നിട്ട് പുഴു പിടിച്ച് ഞങ്ങൾ തിന്നോ. കള്ളില്ല, പാഴ്സൽ അയക്കാം. അയ്യോ വേണ്ട, എനിക്ക് കള്ള് വേണ്ട. പാവം അവന് വീണ് പുല്ല് വന്ന കേറിയ നല്ല ടൈമിങ് ആണ്. കീടാണോ വന്ന് കയറിയ ടൈം കൊള്ളാം. അപ്പൊ ഞാൻ പറഞ്ഞത് ഇസ്രോ ബട്ടറോ ജമാനെ എപ്പോഴും ഈസ്റ്റ് ഇട്ട് പൊന്തിയതാണ് തിന്നാൻ കൊള്ളാൻ പാടുള്ളൂ. ഈസ്റ്റ് ഇട്ട് പൊന്തി അപ്പാണ് എപ്പോഴും തിന്നാൻ നല്ലത്. ഓക്കെ, അതിപ്പം സല്ലുക്കി ആണെങ്കിലും കേട്ടോ. ഈ എല്ലുമുട്ടി ആണെങ്കിൽ എല്ലുമുട്ടി മീൻസ് അത് തിന്നാൻ കൊള്ളില്ല. വെറുതെ എല്ലുമുട്ടി കഴിച്ചിട്ട് എന്താ കാര്യം? അല്ല ഇസ്രോ, അല്ല ബട്ടറു, അല്ല അശ്മ ചേച്ചി, ശ്രദ്ധിക്കാം. ഈസ്റ്റ് ഇട്ട് ശരിക്കും പൊന്തിക്കണം. തലേ ദിവസം ഈസ്റ്റ് ഇട്ട് വെക്കുക, ഇങ്ങനെ ശരിക്കും നടും ഇങ്ങനെ പൊന്തണം. അതാണ് എപ്പോഴും തിന്നാൻ നല്ലത്. ഓക്കെ, നമ്മൾ കടിക്കുമ്പോഴും തിന്നുമ്പോഴും നമ്മുടെ വായിൽ കിട്ടണം. അതുകൊണ്ട് എല്ലുമുട്ടിയായിട്ട് കാര്യമില്ല. കടിക്കുമ്പോഴാണ് ടേസ്റ്റ്. അനക്കാ പിന്നെ ടേസ്റ്റ് ഇല്ല. കടിക്കണം, കടിക്കുമ്പോൾ കിട്ടുന്ന ഫീൽ ഉണ്ടല്ലോ. എത്ര മണിക്കൂർ ഇട്ട് വെക്കണം? തലേ ദിവസം ഇട്ട് വെക്കണിക്ക, നല്ലല്ലേ പൊന്തു. നീ ഇഷ്ടാണോ അപ്പത്തിലിടാറ്? പിന്നെ ഞാൻ ഇഷ്ടടാറ്. മാളമ്പുളി ചോദിക്കുവോ? കള്ളപ്പം സൂപ്പർ. വെള്ളയപ്പം ഉണ്ടാക്കാൻ അല്ലേ ഈസ്റ്റ്? അങ്ങനെ ഒന്നുമില്ല, എല്ലാ അപ്പത്തിനും ഈസ്റ്റ് നല്ലതാ. കന്താണോ പഠിക്കേണ്ടത്? പടിയാ? എന്ത് പടി? വാട്ട് യു മീ കന്ത്? ഐ ഡോണ്ട് നോ, സോറി, എനിക്കറിയില്ല. പച്ചയ്ക്ക് നീ പറഞ്ഞേന. ഈസ്റ്റ് നിന്റെ അമ്മച്ചിയുടെ പൂറ്റിൽ പൊട്ടിക്ക് ബംഗാളികൾക്ക് കൊടുക്ക്. ബ്ലോക്ക് ഓഫീസിൽ തളിക്കോ. എടാ അപരാധിച്ച പുണ്ടച്ചി പൂറി മോനെ, നിന്റെ അമ്മയുടെ പൂറല്ലടെ എല്ലുമുട്ടിയായിട്ടിരിക്കുന്ന മൈര. അതാണ് നീ കുറെ നാൾ തിന്നുകൊണ്ടിരിക്കുന്നത്. ഇറങ്ങി പോടൂ പ്ലീസ്. ഗോ ബ്ലോക്ക്. ഓക്കെ, ബ്ലോക്ക് ഓഫീസിലേക്ക് തള്ളിക്കോളി. യെസ്, ഇനി അവൻ ചത്തു. ഇസ്രോ പോയി. എൻ്റെ അമ്മേനെ അവൻ പറഞ്ഞു. അവൻ പോയി, അവൻ നാശത്തിലേക്ക് പോയി. അവനും മണ്ണിന്റെ അടിയിൽ പോയി. അപ്പ തിന്നാൻ പോയി, പുഴുവിനെ തിന്നാൻ പോയി. മണ്ണിന്റെ അടിയിൽ പോയി. അവൻ പുഴുവിനെ തിന്നാൻ വേണ്ടി പോയി. ഇനി വരില്ല, ഇനി പൊന്തില്ല. ഇനിയിപ്പോ ഫേക്ക് ഐഡിയിൽ വരും. ന്യൂ ഐഡിയ ആണ്. അതിപ്പോ വേറെ ഐഡിയ കൊണ്ടുപോയി. പഴം എടുത്ത് അവൻ പോയോ? പഴം എടുത്ത് പുഴുവിനെ തിന്നാൻ പോയി. ഇനി ബന്ധുവില്ല, അവൻ ചത്ത്. ക്യാൻസർ വന്ന് ചത്ത്. പാവം പുഴു. പുഴു തിന്ന് അവന് ക്യാൻസർ വന്ന് അവൻ ചത്തുപോയി. ഇന്ന് കഴിക്കാൻ എന്താ ബിജി? ഇന്ന് കഴിക്കാൻ വെള്ളയപ്പം ഉണ്ട് ചേട്ടാ, വേണോ? കൂടുതൽ വെച്ചാൽ പുളിച്ചു പോകില്ലേ? അത് ഫ്രഷ് കഴിക്കണോടാ. അത് ഒരുപാട് നേരം അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ വളിക്കും. വളിച്ച് തിന്നാൻ കൊള്ളത്തില്ല. ബിജുവിടെ അപ്പം കസ്റ്റമർ തിന്നാറുണ്ടോ? ഞാൻ കവിച്ച ചോർത്തേക്കല്ലായിരുന്നു. ഒന്ന് ഇറങ്ങിപ്പോടൂ. എനിക്ക് ആ പരിപാടി ഇല്ല. ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് തന്നെ പറയും മൈരേ. എൻ്റെ ദേഹത്ത് ഒരാൾ സ്പർശിക്കുന്നു പോയി എനിക്ക് ഇഷ്ടമുള്ളതൊരു വ്യക്തി, അത് റിയാസിനോട് ചോദിച്ചാൽ മതി. ഓക്കെ, ബിജുയുടെ അപ്പം പൊളിയാണ്. തോന്നിയാസം പറയണം. നീ വന്ന് കണ്ടീനോ? മുറിച്ചു പൊരിച്ച സത്യം റിയാസിനറിയാം എന്നെ കുറിച്ച്. അവൻ എത്രയോ വർഷം എൻ്റെ അടുത്ത് വന്ന് വരുന്നു. അവനറിയാം. അവനോട് ചോദിച്ചു നോക്ക്, അവൻ നുണ പറയില്ല.